Hello everyone, welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു 4 മണി പലഹാരമാണ്. നമ്മൾ യൂഷ്വലി റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യാറുള്ളതാണ് ഉഴുന്ന് വട. അപ്പോൾ ഇന്ന് വീട്ടിലെങ്ങനെ നമുക്ക് ഉഴുന്ന് വട ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കണ്ടു നോക്കാം. സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഉഴുന്ന് വട ഉണ്ടാക്കുന്നത് എപ്പോഴും ഗ്രൈൻഡറിൽ അരച്ചാണ്. മിക്ക വീടുകളിലും ഗ്രൈൻഡറിൽ അരച്ച് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എന്നാൽ എല്ലാ വീടുകളിലൊന്നും ഗ്രൈൻഡർ ഉണ്ടാകത്തില്ല. മിക്സി ആണെങ്കിൽ എല്ലാ വീടുകളിലും ഉണ്ടാവും. ഇന്ന് മിക്സി ജാറിൽ എങ്ങനെ ഈ ഉഴുന്ന് വട അരച്ചെടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1 കപ്പ് ഉഴുന്നാണ്. ഈ ഉഴുന്ന് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. വെച്ച ശേഷം ആ വെള്ളത്തോടു കൂടെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും, ചില്ലാവാനായിട്ട്. ബിക്കോസ് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ഒക്കെ ഈ ചൂട് കൊണ്ട് ഇത് സ്പോയിൽഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലും വെക്കുക. അപ്പോഴത്തേക്ക് ആ ഉഴുന്നെല്ലാം ഒന്ന് തണുക്കും. എന്നിട്ട് അതിൻ്റെ വെള്ളം വാന്ന് വെച്ചേക്കുന്നതാണ്. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് ആവശ്യം വരും അരയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് കുറേശ്ശെ ഇട്ട് അരയ്ക്കും. അപ്പോൾ ഉഴുന്ന് എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകുക. ഒരു 4-5 പ്രാവശ്യം കഴുകുക. ആ വെള്ളം ക്ലിയർ ആകുന്ന വരെ കഴുകിയിട്ട് വേണം ഇതേപോലെ ചെയ്യാനായിട്ട്. അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് അരയ്ക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നമ്മൾ ഗ്രാജുവലി ആഡ് ചെയ്യും. കുറച്ച് വെള്ളം, കഴിയുന്നത് വെള്ളം ഒരുപാട് ചേർക്കാതെ അരയ്ക്കുക. ഇതിലേക്ക് ഇനിയും കുറച്ച് വെള്ളം ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിപ്പോൾ അയക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇത് ഉഴുന്ന് സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തു. ഒന്നുകൂടെ അരയ്ക്കുക. ഇപ്പോഴും മിക്സി ചൂടാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് മതി, ഈ ഒരു പരുവം മതി. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കി ഉഴുന്ന് അരച്ചെടുക്കുക. വെള്ളം വളരെ ഒത്തിരി നേരം വെക്കുക. ചെറിയൊരു നനവ് വേണം ഇതിന്, ഉഴുന്നിന്. വീണ്ടും അരച്ചെടുക്കുക. ഉഴുന്നെല്ലാം അരച്ചെടുത്തു. അതിൻ്റെ ടെക്സ്ചർ നോക്കിയാൽ ഭയങ്കര സ്മൂത്ത് അല്ല, എന്നാൽ അത്യാവശ്യം നല്ല മയമുണ്ട്. ചെറിയ തരിയുണ്ട്, അത് കുഴപ്പമില്ല. അങ്ങനെയാണ് വേണ്ടേ, അങ്ങനെയാണ് എടുക്കാറ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ബാച്ച് നമുക്ക് വളരെ കുറച്ച് മാവേ ഉള്ളൂ. ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് വടയ്ക്ക് ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഇത് അരിഞ്ഞ് ചേർക്കാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചതച്ചിട്ടിടാനായിട്ടാണ്. അതുകൊണ്ട് ലാസ്റ്റ് ഇച്ചിരി അരി. ഇവിടെ ഒരു 7 ചുവന്നുള്ളി എടുത്തേക്കുന്നത്, സ്ലൈസ് ചെയ്തത്, അതുകൊണ്ട് ചേർക്കാം. പച്ചമുളക് 2-3 എരിവ് കണക്കാക്കി എടുക്കാം. ഞാൻ 2 പച്ചമുളക് എടുത്തേക്കുന്നത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടാവും, നിറച്ചുണ്ടാവും. കറിവേപ്പില കുറച്ച്. ഇത്രയൊന്ന് ഇട്ട് ഒരു അടി അടിച്ചെടുക്കാം. ഒന്ന് പൾസ് ചെയ്തെടുക്കാം.
ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തു. കണ്ടോ ഈ ഒരു പരുവത്തിൽ. അപ്പോൾ എല്ലാം നമ്മൾ ഫൈനായിട്ട് അരിഞ്ഞിട്ടൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്രഷ് പെപ്പർ. ഉപ്പ് ഇട്ടിട്ടില്ല. ഇതിന് നന്നായിട്ട് കൈ വെച്ചിട്ടോ അല്ലെ ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് എയറേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഇതിനകത്തേക്ക് എയർ ഇൻകോപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇത് ചെയ്യുക. അതാണ് നമ്മുടെ വടയുടെ ഇതിൽ നിന്നാണ് കിട്ടുക, ഈ എയറേഷനിൽ നിന്നാണ് കിട്ടുക. 5 മിനിറ്റോളം കൈവച്ച് നന്നായിട്ട് എയറേറ്റ് ചെയ്ത് കൈവച്ചോ ഫോക്ക് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ വട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം എണ്ണ ചൂടാക്കാം. ഡീപ് ഫ്രൈങ് ആയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് എണ്ണ വേണം. എണ്ണ ഈ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കാറ്. ഉപ്പ് എപ്പോഴും ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങും, അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ അത് വേണമെങ്കിൽ കായംപൊടി ശകലം ചേർക്കാം. കുറച്ച് വെള്ളം ഇതേപോലെ റെഡിയാക്കി വെക്കുക. നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കി ഡിപ്പ് ചെയ്തിട്ട് മാവ് എടുക്കാനായിട്ടാണ്. എണ്ണ ചൂടായി, കൈ നന്നായിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക. ഓരോ ഉരുള എടുക്കുക, ഒന്ന് ഷേപ്പ് ചെയ്യുക. തള്ളവിരൽ വെച്ച് നന്നായിട്ടൊന്ന് ഒരു ഡിപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടുക. എണ്ണയിലിട്ട് കഴിയുമ്പോൾ എപ്പോഴും മീഡിയം ഹീറ്റിൽ വേണം കുക്ക് ചെയ്യാൻ. ഒത്തിരി ഹൈ ഹീറ്റ് ആണെങ്കിൽ പെട്ടെന്ന് കരിയും, അകത്തൊക്കെ കുക്കാവേണ്ടി വരും. ലോ ഹീറ്റാണെങ്കിൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു 3-4 വട ഒരേ സമയത്ത് ഇടാം. ഇപ്പോൾ 2 കൈ വെച്ച് ചെയ്യാൻ പറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. തള്ളവിരൽ വെച്ച് ഒരു ഡിപ്പ് ഉണ്ടാക്കുക. ഇതേപോലെ ഇടുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള വടയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കൈ വെച്ച് ചെയ്യാം, ഒറ്റ കൈ വെച്ച് ചെയ്യാം. നമുക്ക് ഏതാ കൺവീനിയൻറ്റ് അതുപോലെ ചെയ്യാം. വടയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി എടുക്കാം. എപ്പോഴും ഫ്ലെയിം ശ്രദ്ധിക്കുക. ഇടുമ്പോൾ എപ്പോഴും നല്ല ചൂട് വേണം. ഇട്ട് കഴിഞ്ഞ ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് വെക്കുക. നമ്മൾ ഉഴുന്നുവടയെല്ലാം ഉണ്ടാക്കിയെടുത്തു. ഈ അളവിൽ ഒരു 11 വടയാണ് ഒരു കപ്പ് ഉഴുന്ന് വെച്ചിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തിയാണ്. കൂടാതെ സാമ്പാറിനോടൊക്കെയും നല്ലതായിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് നല്ലൊരു ക്രസ്റ്റും അകം നല്ല സോഫ്റ്റും ആയിരിക്കും. വേണ്ട, ഈ വളരെ എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ് ഇത്. നമുക്ക് ഗ്രൈൻഡറൊന്നും ഇല്ലാതെ മിക്സിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണല്ലോ നമ്മളിന്ന് കാണിച്ചത്. അപ്പോൾ ഇതെപ്പോഴും താമസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സോക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.